ജാസ്മിനും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ജാസ്മിൻ നമ്മുടെ ജിൻഡോയുടെ അടുത്ത് വന്നിങ്ങനെ ചോദിക്കുകയാണ്, എന്റെ വീട്ടുകാരെ പറ്റി താൻ വെറുതെ തമാശയും കാര്യങ്ങളും പറയണ്ട, എന്റെ വീട്ടുകാരെ ഇവിടെ പറയരുതെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനു മുന്നേ സിജോ എന്റെ വീട്ടുകാരെ ഇതുപോലെ തമാശ രൂപേണ പറഞ്ഞ സമയത്ത് ഞാൻ സിജോയെ ഒരു നോട്ടം നോക്കി, അതോടുകൂടി സിജോ അത് അവസാനിപ്പിച്ചു. താനും ഇനി അങ്ങനെ പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാസ്മിൻ കിടന്ന് ഇങ്ങനെ കയർത്ത് വരികയാണ്. അപ്പൊ ജിൻഡോക്ക് കാര്യം മനസ്സിലായില്ല ആദ്യം, അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാത്തതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീടാണ് ജാസ്മിൻ കാര്യം പറയുന്നത്. ഇന്നലെ താൻ എന്റെ ഫാമിലിയെ തമാശ രൂപേണ മോശമായി പറഞ്ഞു എന്നുള്ള കാര്യം എന്നോട് അപ്സര പറഞ്ഞു. അതാണ് ഞാൻ തന്നോട് ചോദിക്കാൻ വന്നത്. ഇനി മേലാൽ എന്റെ ഫാമിലിയെ വെച്ചുകൊണ്ട് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ പറയുന്നൊക്കെ പറഞ്ഞ് അമ്മാതിരി ഷൗട്ടിംഗ് ആണ് ജാസ്മിൻ. അപ്പോ അവസാനമായപ്പോ ജിൻഡോന് ഭ്രാന്ത് കയറി. ജിൻഡോയും അങ്ങ് പറഞ്ഞു കൊടുത്തു, എന്റെ ഫാമിലിയെ പറ്റി നീ എന്തൊക്കെ പറയാറുണ്ട്, എന്നെ നീ വായ തോന്നിയതൊക്കെ ഇവിടെ പറയാറില്ലേ, ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് ഞാനിവിടെ എന്തെങ്കിലും ഒരു ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് നീ നിന്റെ വായ തോന്നിയതൊക്കെ എന്നെ വിളിച്ചു പറയാറുണ്ട്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് നീ കേൾക്കാത്ത കാര്യം പോലുമാണ് നീ ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ വായിട്ടലക്കുന്നതൊക്കെ പറഞ്ഞ് ജിൻഡോയും കുറെ ജാസ്മിൻ ആ സമയത്ത് പറയുന്നുണ്ട്. ജിൻഡോ ജാസ്മിന്റെ ഫാമിലി എന്താണ് പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്നലെ പറഞ്ഞു എന്നാണ് അപ്സര പറയുന്നത്. എന്തൊക്കെയായാലും ഇന്നലത്തെ ലൈവ് ഒട്ടുമിക്കതും കണ്ടതാണ് ഞാൻ. അതിനകത്ത് മിസ്സായി പോയെന്നറിയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ജിൻഡോ എന്തെങ്കിലും മോശമായിട്ട് ജാസ്മിന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമാശ രൂപേണയാണെങ്കിലും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുത്തു പറയുന്നു, പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും എന്റെ അറിവിലില്ല, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. എന്നൊക്കെയും ഇതിന്റെ ഇടയിൽ കളിച്ചിരിക്കുന്നത് അപ്സരയാണ്. ഈ പരദൂഷണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്സര. എല്ലാ പരദൂഷണങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കണ്ടസ്റ്റൻസും പരദൂഷണം കേൾക്കുന്നത് അപ്സരയുടെ വായു കൂടെയാണ്. എന്തായാലും നല്ല കളിയാണ്. ബിഗ് ബോസിൽ ഇതൊക്കെ വേണം. ഇതൊക്കെ പ്രൊവോക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഉള്ള സംഭവം തന്നെയാണ്. ഇതൊക്കെ പുറത്ത് ചെയ്യുമ്പോഴാണ് കുറ്റം, ബിഗ് ബോസ് ചെയ്യുമ്പോൾ ഇതൊക്കെ കോണ്ടന്റുകൾ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഫാമിലിയൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ. ജിൻഡോന്റെ ഫാമിലി ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ നമ്മുടെ നന്ദനയുടെ ഫാമിലി ഇത് ഇവിടെ ഉള്ളിലുണ്ട്. നന്ദനയുടെ സഹോദരിക്കും അമ്മയ്ക്കും മുന്നിൽ വെച്ചാണ് ഈ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. അവരിത് കണ്ട് എന്ത് പണ്ടാറാണാവും എന്നൊക്കെ ചിന്തിക്കേണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.